ഇത് വല്ലാത്തൊരു റേഡിയോ പ്രേമത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി റേഡിയോ ഇല്ലാത്ത ഒരു നിമിഷം പോലും ഓർക്കാൻ കഴിയാത്ത ഒരാൾ. മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം അടക്കം നേടിയ CK അലക്സാണ്ടറുടെ റേഡിയോ പ്രേമത്തെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ റേഡിയോയിലൂടെ ഇങ്ങനെ പാട്ട് കേൾക്കാതെ CK അലക്സാണ്ടർക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി ഈ റേഡിയോ എപ്പോഴും അലക്സാണ്ടർക്കൊപ്പമുണ്ട്. ഇപ്പോൾ 83 വയസ്സാണ് CK അലക്സാണ്ടറിന്റെ പ്രായം. പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴുമെല്ലാം വാർത്തകളും പാട്ടും ലോകത്തിന്റെ ഓരോ ചലനവും അലക്സാണ്ടറിന്റെ ചെവിയിലെത്തുന്നത് ഈ റേഡിയോ വഴിയാണ്. റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ടയാളാണ് അലക്സാണ്ടർ. അന്ന് വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിന്റെ ഒരു അഭിമാനമായിരുന്നുവെന്ന് അലക്സാണ്ടർ ഓർക്കുന്നു. റേഡിയോയുമായി ബന്ധപ്പെട്ട ഏതറിവും അലക്സാണ്ടർക്ക് മനഃപ്പാടമാണ്. റേഡിയോ ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ഈ റിട്ടയർഡ് അധ്യാപകന് ചിന്തിക്കാനേ കഴിയില്ല. റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് അലക്സാണ്ടറിന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത്. രാത്രി 11 മണിവരെ റേഡിയോ കേൾക്കും. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്കെല്ലാം അലക്സാണ്ടർ കോതമംഗലം സുപരിചിതനാണ്. റേഡിയോ കേട്ടുകൊണ്ട് നമുക്ക് ഏത് ജോലിയും ചെയ്യാം. അതാണ് ഒരു പ്രത്യേകതയുള്ളത്. നമ്മൾ ജോലിക്ക് ഭംഗം വരുന്നില്ല, ഒരു തടസ്സമില്ല. കേൾവിക്ക് ചില ഓളിയും കുറച്ചോ കൂട്ടിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും അത് അടുക്കള ജോലി ചെയ്യുന്ന വനിതകൾക്ക് റേഡിയോ അത്യാവശ്യമാണ്. കാരണം അവര് പാചകം ചെയ്യുമ്പോൾ ആ റേഡിയോ അവിടെ ഓൺ ചെയ്തിരുന്നാൽ പല കാര്യങ്ങളും മനസ്സിലാക്കുകയും സമയം മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യാം. സമയം അറിയാൻ പറ്റും. അതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന നല്ല ആരോഗ്യപരമായിട്ടുള്ള അറിവ് കിട്ടും. തനിക്ക് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ റേഡിയോയും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് അലക്സാണ്ടറിന്റെ പക്ഷം. കാലം എത്ര മാറിയാലും CK അലക്സാണ്ടർക്ക് റേഡിയോ വിട്ടൊരു കളിയില്ല. ഇനി എന്തു വന്നാലും അവസാനം വരെ ഈ റേഡിയോയും കൂട്ടിനുണ്ടാകുമെന്ന് CK അലക്സാണ്ടർ ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.